മറ്റൊരു വാർത്ത, മാലിദ്വീപിൽ മലയാളി അധ്യാപികയ്ക്ക് ക്രൂരമർദ്ദനം. ഗെയിം കളിക്കുന്നത് തടഞ്ഞതിനാണ് 8ാം ക്ലാസ്സുകാരൻ അധ്യാപികയെ മർദ്ദിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക സ്മിത എൻ പിള്ളയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നതാണ് സാഹചര്യം. 1 വർഷത്തോളമായി ഈ സ്മിത മാലിദ്വീപിൽ അധ്യാപികയാണ്. അവരെ ഇന്ത്യയിലെത്തിച്ച് ചികിത്സ നടത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്കാണിപ്പോൾ തുടക്കമിടുന്നത്. മുഖത്ത് ഗുരുതരമായി പരിക്കുപറ്റി എന്നതാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ തരത്തിൽ അവരെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? അവരുടെ കുടുംബാംഗങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയം? ഇത് വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു മാലിദ്വീപിലെ ക്ലാസ് മുറിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂർ സ്വദേശിയായ സ്മിത എൻ പിള്ള എന്ന അധ്യാപികയ്ക്കാണ് വിദ്യാർത്ഥിയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന 8ാം ക്ലാസ്സുകാരനോട് ഗെയിം കളിക്കരുതെന്ന് ശകാരിച്ചതാണ് ഈ പ്രകോപനങ്ങൾക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പ്രകോപിതനായ വിദ്യാർത്ഥി അധ്യാപികയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ പിടിച്ചു മാറ്റിയ ശേഷം മുഖത്തും 4 തവണ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലാവുകയായിരുന്നു സ്മിത. തുടർന്ന് സഹാധ്യാപകര് ചേർന്നായിരുന്നു സമീപത്തെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധനയിൽ ഇവരുടെ മുഖത്ത് ഗുരുതരമായ പൊട്ടൽ ഉൾപ്പെടെ മുഖത്ത് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. പക്ഷെ അത് ഇവിടെ സാധ്യമല്ല. അത് ഇന്ത്യയിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ്. അരുൺ ഒന്ന് തുടരുക. ഇപ്പോൾ ദീപക്, ഈ അധ്യാപിക സ്മിതയുടെ ഹസ്ബൻഡ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപക്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇപ്പോൾ സ്മിതയുടെ അവസ്ഥ, അധ്യാപികയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? നമസ്തേ. പുള്ളിക്കാരി ഇത് സംഭവം നടന്നത് ഇപ്പോൾ 2-3 ദിവസമായി. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് CTയും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് ഫ്രാക്ചർ ഉണ്ട്, അതൊരു സ്പെഷ്യലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു 10 ദിവസത്തിനകത്ത് സർജറി ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആവത്തില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് അവിടെ സംവിധാനമില്ല. അതിന് തിരിച്ച് നമ്മള് ഇന്ത്യയിലേക്ക് വരണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന് നമുക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ സംഭവം നടന്ന് ഈ നിമിഷം വരെ ആയിട്ടും ഈ അവരുടെ സ്കൂളിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മാൽദീവ്സിന്റെ ഭാഗത്തു നിന്നോ പുള്ളിക്കാരിയുടെ ലോക്കൽ ഗാർഡിയനായ എനിക്ക് ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്നത്. താങ്കൾ കുടുംബസമേതം നിങ്ങൾ മാലദ്വീപിലാണോ ജോലി ചെയ്യുന്നത്? അല്ലല്ല, വൈഫാണ് മാലദ്വീപ്സിലുള്ളത്. ഓക്കെ. ഇത് നമ്മുടെ ഇന്ത്യൻ എംബസി വഴി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അതെ, നമ്മൾ ഹൈ കമ്മീഷണർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചായിരുന്നു. അതിനുശേഷം ഇന്ന് സുരേഷ് ഗോപി സാറ് അദ്ദേഹം മാലദ്വീപ്സ് ഹൈ കമ്മീഷണറുമായി ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ വിവരം ധരിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേണ്ട ആക്ഷൻസ് എടുക്കാമെന്നാണ് ഹൈ കമ്മീഷണർ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അവർ പോലീസ് കേസുമായി ഇത് മുന്നോട്ട് തന്നെ പോകും എന്നാണ് ഹൈ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഈ 8ാം ക്ലാസ്സുകാരനാണ്, അങ്ങനെയെങ്കിൽ അത് മൈനറാണ്. ഇത് ഈ കുട്ടി ഇന്ത്യക്കാരനാണോ കുട്ടി, അതോ അവിടെ മാലദ്വീപ് സ്വദേശിയാണോ? അങ്ങനെയുള്ള ആ സ്കൂളിന്റെ ഒരു സ്വഭാവം എന്താണ്? ഇത് മാലദ്വീപ് സ്വദേശി തന്നെയാണ്. ഇവിടുന്ന് ഈ മാലദ്വീപ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇന്ത്യയിൽ വന്നിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം ടീച്ചേഴ്സ് തന്നെ ഉണ്ട് മാലദ്വീപ്സിൽ. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 75% മലയാളി ടീച്ചർമാരാണ്. പക്ഷെ അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരിക്കലും സ്റ്റുഡൻസിനെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മള് ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സ്റ്റുഡൻസിനോട് ഇടപെടുന്നത്. പക്ഷെ ഈ കുട്ടികൾ ഭയങ്കര അരഗന്റ് ആണ്. അവര് ടീച്ചേഴ്സിനോട് ഭയങ്കര ബുള്ളിങ്ങും എല്ലാം തന്നെ ഉണ്ട്. ഇപ്പൊ ഇതിനു മുന്നേയും ഇതുപോലെ പല ഇൻസിഡൻസും ടീച്ചേഴ്സിന് ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ സാധാരണ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എടുക്കുന്നത് ഈ ടീച്ചേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതായത് നിങ്ങൾ അവരാ പ്രശ്നം അവിടെ വെച്ച് ഇത് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഇതൊന്നും പുറത്തു വരാത്തതുകൊണ്ടാണ് ഇതൊന്നും അറിയാതെ ഇവിടുന്ന് പിന്നെയും ജോലി അന്വേഷിച്ചു പോകുന്ന ആളുകള് വീണ്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. എന്തായാലും എൻവയോൺമെന്റ് തന്നെയാണ് അവിടുത്തെ സ്കൂളുകളെ. കുട്ടികളാണെങ്കിലും അവിടുത്തെ ലോക്കൽ ടീച്ചേഴ്സ് ആണെങ്കിലും.
അപ്പോൾ ഈ നമുക്ക് തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ മാൽദീവ്സ് ഒക്കെ സാധാരണ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരം മറ്റുമൊക്കെയാണ് ഈ വ്യാപകമായി അവർ വന്നു പോകുന്നത്. അപ്പോൾ നല്ലൊരു ചികിത്സ ഇവിടെ തന്നെ സാധ്യമാവുകയുള്ളൂ അല്ലെ? പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എവിടെ? അതെ, ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പൊ ഈ സർജറിക്കാണെങ്കിലും നല്ല കോസ്റ്റ് വരും. നമുക്കറിയില്ല എത്രയാവും. അത് ഇനി ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കണം എന്താകും എന്നുള്ളത്. അത് തിരിച്ചെന്തായാലും ഇവിടെ വന്നേ നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് പുള്ളിക്കാരി വരണമെന്നാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഐലൻഡിലേക്ക് വരും. വന്നിട്ട് പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്നും കൂടെ ഒഫീഷ്യലായിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഹൈ കമ്മീഷണർക്കുള്ള മെയിലും കാര്യം ഈ മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം അദ്ദേഹത്തിനും കൊടുത്തിട്ട് പുള്ളിക്കാരി അവിടുന്ന് റിലീവ് ആയി വരാനാണ് നമ്മൾ നോക്കുന്നത്. ശരി, വളരെ നന്ദി ദീപക് പ്രതികരിച്ചതിന്. അരുൺ മോഹൻ തുടരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം അദ്ദേഹം ഈ ദീപക് സൂചിപ്പിച്ചതുപോലെ മലയാളികളടക്കം നിരവധി അധ്യാപകർ ജോലി ചെയ്യുന്ന ഇടമാണ്. നിരവധി നമ്മൾ തൊഴിൽ അന്വേഷകരായി പലരും എത്തുന്ന സ്ഥലം കൂടിയാണ് അവിടെ. അവർക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു തൊഴിലെടുത്ത് വെച്ച് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഏജൻസി മതിയായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ടോ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരുൺ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് ഇവരുടെ പരാതി പോകുന്നു. തുടർന്ന് ഒപ്പം ഇവിടെ പ്രാദേശികമായുള്ള നേതാക്കളെയും ഇവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാദേശികമായ നേതൃത്വമൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അധ്യാപകർ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നിരവധി സമരങ്ങൾ നടത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തത് ഈ അടുത്ത കാലത്താണ്. അത്രമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്താണ് ഇപ്പോഴും ഒരു ആക്രമണവും കൂടി അതും ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചിരിക്കുന്നത്. വളരെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല മാരകമായ ഒരു മർദ്ദനമാണ് അധ്യാപിക ഏറ്റത്. എന്തായാലും അതൊരു ഗൗരവമായി എടുക്കേണ്ട വിഷയം തന്നെയാണ്. നേരത്തെ തീർച്ചയായും അത് നമുക്ക് രാജ്യാന്തര വിഷയമാകുമ്പോൾ സ്വാഭാവികമായും അതിന് ചില പരിമിതികളും ഇടപെടൽ കൂടുതൽ വേണ്ടി വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കുടുംബം ഈ പരാതി നിർത്തി നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ഇരിക്കുന്നു. ഒപ്പം അവിടെയുള്ള ഒരു കൂട്ടം അധ്യാപകരും ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ട് അവർ നിയമസഹായത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മളിലേക്കും ഈ ഒരു വിഷയം എത്തുന്നത്. ഓക്കെ, എന്തായാലും അരുൺ ആ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് കരുതാം. ഇതിനിടയിൽ നമുക്ക് അധ്യാപിക സ്മിതയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അവർ പ്രതികരണം ഇന്നലത്തെ ഇൻസിഡന്റ് പറഞ്ഞാല് ഇന്നലെ ആ കുട്ടികളെ ഗ്രേഡ് 8 കുട്ടികളെ ഞാൻ ലാബിൽ കൊണ്ടുവന്നിരുത്തി. അവര് 2 റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് റോയില് ഞാൻ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് റോയില് ഈ കുട്ടി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഗെയിം കളിക്കാറാണ്. സാധാരണ അവൻ അങ്ങനെ ചെയ്യാറുണ്ട് ലാബില്. അപ്പൊ ഞാൻ അവനെ വിലക്കാറുണ്ട്. കാരണം ഒരു കുട്ടി ഗെയിം കളിക്കുന്നത് കണ്ടാൽ ബാക്കി എല്ലാവരും ഗെയിം കളിച്ചു തുടങ്ങും. പിന്നെ അവരുടെ വർക്കൊന്നും അവർ ചെയ്യാറില്ല. അപ്പൊ അവൻ ഗെയിം കളിക്കുന്നത് ഞാൻ വിലക്കാറുണ്ട്. സാധാരണ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത റൗണ്ടിന് പോയിട്ട് വരുമ്പോൾ അവൻ വീണ്ടും മിക്കവാറും ഗെയിമിൽ തന്നെ ആയിരിക്കും. അപ്പോഴും ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാറാണുള്ളത്. ഇന്നലെ അതുപോലെ ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനവിടെ മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എന്റെ ഫോൺ വാങ്ങിച്ചു. ആദ്യം ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതില് ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതില് ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എന്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെപ്പാടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനാ ചിലപ്പോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.